ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ചിന്നസ്വാമിയിലെ തങ്ങളുടെ കാണികൾക്ക് മുന്നിലേറ്റ പരാജയത്തിന് പകരം വീട്ടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റുകൾക്കാണ് ഡൽഹി ക്യാപിറ്റൽസിനെ RCB പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്താനും RCBക്കായി. മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ RCB ക്യാപ്റ്റൻ രജത് പട്ടിദാർ ബോളിംഗാണ് തിരഞ്ഞെടുത്തത്. ഈ സീസണിൽ ഇതുവരെ 2 മത്സരങ്ങളാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്നത്. ആ 2 മത്സരങ്ങളും ഹൈ സ്കോറിംഗ് ആയിരുന്നു. അതായത് 4 തവണയും ടീമുകൾ 180 റൺസിന് മുകളിൽ സ്കോർ ചെയ്തു. എന്നാൽ ഇന്നത്തേത് അതുപോലൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആയിരുന്നില്ല. സ്ട്രോക്ക് മേക്കിങ്ങിന് നന്നേ ബുദ്ധിമുട്ടുള്ളൊരു സർഫസ് ആയിരുന്നു ഇന്നത്തേത്. അതായത് വന്ന ഉടനെ തന്നെ 6ഉം 4ഉം അടിക്കാൻ പറ്റിയ ഒരു പിച്ച് ആയിരുന്നില്ല. ക്രീസിൽ വന്ന ബാറ്റർമാരെല്ലാം തന്നെ പിച്ചിന്റെ പേസുമായിട്ട് സിങ്ക് ആവാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. ഡൽഹിയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ 2 ഓവർ മികച്ച രീതിയിലാണ് RCB ബോളർമാർ ബോൾ ചെയ്തത്. അപ്പോൾ ആ ഒരു 2 ഓവറിൽ നിന്ന് വെറും 15 റൺസ് മാത്രമാണ് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. എന്നാൽ ഭുവനേശ്വർ കുമാർ എറിഞ്ഞ 3ആം ഓവറിൽ റൺസ് വന്നു. ആ ഒരു ഓവറിൽ ഭുവനേശ്വർ കുമാറിനെ അഭിഷേക് പോറൽ അറ്റാക്ക് ചെയ്തു. ആ ഓവർ കഴിഞ്ഞതോടുകൂടി 3 ഓവറിൽ 32 എന്ന നിലയിൽ DC എത്തി. എന്നാൽ 4ആം ഓവറിന് ജോഷ് ഹേസൽവുഡ് അഭിഷേക് പോറലിനെ പുറത്താക്കി. പോറൽ എടുത്തത് 11 ബോളിൽ 28 റൺസാണ്. വീണ്ടും നല്ലൊരു സ്റ്റാർട്ട് അഭിഷേക് പോറലിന് കിട്ടിയെങ്കിലും അത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന കരുൺ നായർ ആയാലും ഈ മത്സരത്തിൽ ഫെയിൽ ആവുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആ 2 വിക്കറ്റുകളാണ് അവർക്ക് പവർ പ്ലേയിൽ പോയത്. എങ്കിലും 3ാമത്തെ ഓവറിൽ അഭിഷേക് പോറൽ റൺസ് നന്നായിട്ട് കണ്ടെത്തിയത് കൊണ്ട് 52 റൺസ് ആ ഒരു പവർ പ്ലേ ഫേസിൽ കൂട്ടിച്ചേർക്കാൻ ഇവർക്കായി. അപ്പോൾ ആ റൺ റേറ്റ് എന്ന് പറയുന്നത് 8.67 ആണ്. ഇപ്പോൾ ഈ ഒരു സർഫസിനെ സംബന്ധിച്ച് വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു പവർ പ്ലേ ആയിരുന്നു. പിന്നീട് മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ RCBയുടെ സ്പിന്നർമാർ സുയാഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയും ചേർന്നിട്ട് നമ്മുടെ DC ബാറ്റർമാരെ ചോക്ക് ചെയ്തു. ആ ഒരു ഫേസിൽ ഫ്രീ ആയിട്ട് കളിക്കാൻ DC ബാറ്റർമാരെ RCB അനുവദിച്ചില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ഇവർക്ക് നേടാൻ കഴിഞ്ഞത് 56 റൺസ് മാത്രമാണ്. 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. 6.22 എന്നൊരു റൺ റേറ്റിൽ മാത്രമാണ് ഇവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. RCBയെ സംബന്ധിച്ച് വളരെ മികച്ചൊരു മിഡിൽ ഫേസ് ആയിരുന്നു. ശരിക്കും ഈ മത്സരത്തിന്റെ ഇൻ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിഡിൽ ഫേസ് ആണ് മത്സരത്തിലെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ആയത്. അതായത് RCBയുടെ ഈ ഫേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് മത്സരത്തിന്റെ ഫലം തന്നെ നിർണ്ണയിക്കപ്പെട്ടത് ഈ ഒരു മിഡിൽ ഓവേഴ്സിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് നമുക്ക് RCBയുടെ ഇന്നിംഗ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഫേസിൽ 56 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. പരിക്കിന് ശേഷം ടീമിലേക്ക് തിരികെ എത്തിയ ഡുപ്ലസ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. 26 പന്തിൽ 22 റൺസാണ് എടുത്തത്. പിന്നീട് വന്ന KL രാഹുൽ ആയാലും 39 പന്തിൽ 41, അക്ഷർ പട്ടേൽ 13 പന്തിൽ 15. ഇവർക്ക് ആർക്കും റെഗുലറായിട്ട് ബൗണ്ടറീസ് കണ്ടെത്താനോ ഫ്രീ ആയിട്ട് സ്കോർ ചെയ്യാനോ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴേക്കും ഇവർ 150 താഴെ ഒതുങ്ങുമെന്നൊരു സ്ഥിതി വന്നു. അവിടെയാണ് ഇവരുടെ രക്ഷകനായിട്ട് ട്രിസ്റ്റൻ സ്റ്റെപ്സ് അവതരിക്കുന്നത്. അപ്പോൾ 18-19 ഓവറുകളിൽ ഹെവി ആയിട്ട് സ്കോർ ചെയ്യാൻ, അപ്പോൾ നമ്മുടെ ബോളിംഗിലേക്ക് തിരികെ എത്തിയ ഹേസൽവുഡിനെതിരെയും അതുപോലെ തന്നെ യഷ് ദയാലിനെതിരെയും നന്നായിട്ട് സ്കോർ ചെയ്യാൻ നമ്മുടെ സ്റ്റെപ്സിന് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു 2 ഓവറിൽ 36 റൺസാണ് വന്നത്. വിപ്ര സിംഗവും നല്ലൊരു ചെറിയ കമ്മിയോ 6 പന്തിൽ 12 റൺസ് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് കൊടുത്തു. 17 ഓവറിൽ 120 എന്ന സ്കോറിൽ നിന്നും 19 ഓവറിൽ 156 എത്തിക്കാൻ ആ ഒരു സ്റ്റെപ്സിന്റെ ഒരു ക്യുക്ക് കമ്മിയോ റോളിനായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 20ാമത്തെ ഓവർ ഭുവിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് ഒരു വ്യത്യാസം ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ഡെത്ത് ഓവേഴ്സിൽ ഭുവി നന്നായിട്ട് റൺസ് വഴങ്ങി ഹേസൽവുഡാണ് കൺട്രോൾ ചെയ്തത്. ഈ മത്സരത്തിൽ വന്നപ്പോൾ പവർ പ്ലേയിൽ നമ്മുടെ ഭുവി അറ്റാക്ക് ചെയ്തു. ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷനിൽ 17 റൺസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവർ പ്ലേ DC സ്വന്തമാക്കിയ പോലെ ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് അറ്റാക്ക് ചെയ്യപ്പെട്ടു. എന്നാൽ ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നപ്പോഴേക്കും ഭുവി നല്ല ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. അശുതോഷ് ശർമ്മയെ അവർ ഇമ്പാക്റ്റ് ആയിട്ട് ഇറക്കി. പക്ഷേ വെറും 2 റൺസ് നേടാൻ മാത്രമാണ് അശുതോഷിന് കഴിഞ്ഞത്. KL രാഹുലിനെയും അശുതോഷ് ശർമ്മയും ഒരേ ഓവറിലാണ് ഭുവനേശ്വർ കുമാർ പുറത്താകുന്നത്. അതുപോലെ തന്നെ 20ാം ഓവറും ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ഭുവി ബോൾ ചെയ്തത്. 6 റൺസ് മാത്രമാണ് അവിടെ വിട്ടുകൊടുത്തത്. ഇനി ഇവരുടെ ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭുവിയാണ് പിക്ക് ഓഫ് ദ ബോളേഴ്സ്. 4 ഓവറിൽ 33 റൺസ് കൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡ് 2 വിക്കറ്റ് എടുത്തു. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പവർ പ്ലേയിൽ അഭിഷേക് പോറലിന് വിക്കറ്റ് എടുത്തത് കൂടാതെ അക്ഷർ പട്ടേലിനെ ബൗൾഡ് ആക്കിയതും ഹേസൽവുഡ് തന്നെയാണ്. അപ്പോൾ ഇതോടെ ഹേസൽവുഡ് നമ്മുടെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറായി. അപ്പോൾ ഈ സീസണിലെ വിക്കറ്റ് ടേക്കറിൽ ടോപ്പ് ജോഷ് ഹേസൽവുഡ് ആണ്. പിന്നീട് ബോളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുയാഷ് ശർമ്മയ്ക്ക് വിക്കറ്റ് കിട്ടില്ല. ഈ സീസണിലെ മിക്ക മത്സരങ്ങളിലും സുയാഷ് ശർമ്മ നല്ല രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ വിക്കറ്റുകൾ അങ്ങനെ കിട്ടുന്നില്ല. ചില മത്സരങ്ങളിൽ മാത്രമേ വിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ മത്സരം കഴിഞ്ഞ് വിരാട് കോഹ്ലി പറഞ്ഞത് അതാണ്, സുയാഷ് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വിക്കറ്റ് കോളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അത് തോന്നില്ല. എങ്കിലും ഇന്ന് 4 ഓവറിൽ 22 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ ഒരു മിഡിൽ ഓവേഴ്സിൽ നമ്മുടെ DC ബാറ്റേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്യാൻ സുയാഷ് ശർമ്മയ്ക്കായി. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ 4 ഓവറിൽ 28 റൺസ് കൊടുത്ത ഒരു വിക്കറ്റാണ് എടുത്തത്. പിന്നീട് യഷ് ദയാൽ കുറച്ച് എക്സ്പെൻസീവ് ആയി. 4 ഓവറിൽ 42 റൺസ് കൊടുത്തു, പക്ഷേ ഒരു വിക്കറ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും 162 റൺസ് എന്നൊരു ടോട്ടലാണ് എത്തിയത്. ഇപ്പോൾ ഈ ഒരു സർഫസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിലോ പാർ ആണ്, എന്നാലും ഡീസന്റ് ടോട്ടലാണ്. ഒരു 175 റൺസ് ആയിരുന്നു ഒരു പാർ സ്കോർ എന്ന് പറയുന്നത്. എങ്കിലും 162 എടുക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ആ കണ്ടീഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാനുള്ള ബോളിംഗ് യൂണിറ്റ് തീർച്ചയായിട്ടും ഡൽഹി ക്യാപിറ്റൽസിന് ഉണ്ടായിരുന്നു. ഇനി RCBയുടെ ചേസിലേക്ക് വരുമ്പോൾ വളരെ മോശം തുടക്കമാണ് അവർക്ക് ലഭിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ ഫിൽ സോൾട്ട് ഫീവർ കാരണം കളിച്ചില്ല. പകരം ജേക്കബ് ബദലാണ് വിരാട് കോഹ്ലിയോട് ഓപ്പൺ ചെയ്തത്. ബദലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചൽ സ്റ്റാർക്കിന്റെ ഓവറിൽ അടുത്തടുത്ത പന്തുകളിൽ 2 വളരെ മികച്ച ഷോട്ടുകൾ, ഒരു 6ഉം ഒരു 4ഉം. അതൊരു പ്യുവർ റിസ്റ്റ് വർക്ക് ആണ്. അപ്പോൾ നമ്മൾക്ക് ബദലിന്റെ ടാലന്റ് എന്താണെന്ന് കാണിച്ചു തരുന്ന 2 ഷോട്ടുകൾ ബദൽ കളിച്ചുവെങ്കിലും പിന്നീട് മുമ്പോട്ട് പോകാനായില്ല. അതായത് അക്ഷർ പട്ടേൽ പവർ പ്ലേയിൽ തന്നെ ബോൾ ചെയ്യാൻ വന്നു. അക്ഷർ പട്ടേലിനെ ആ ഒരു പുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ ബദൽ പുറത്തായി.
ആ ഓവറിൽ തന്നെ റൺസ് ഒന്നും എടുക്കാനാവാതെ നിലവിൽ ഫോമിലുള്ള ദേവദത്ത് പടിക്കലും മടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്കും 20-2 എന്ന നിലയിലേക്ക് ഇവർ കൂപ്പുകുത്തി. പിന്നീട് ക്യാപ്റ്റനായ പട്ടിദാർ നമ്മുടെ കോഹ്ലിയെ ജോയിൻ ചെയ്തു. ഇവിടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, പട്ടിദാർ റണ്ണൌട്ടായി. ഇല്ലാത്ത റണ്ണിനുള്ള ഓട്ടമായിരുന്നു. എന്നിട്ട് ക്രീസിൽ പ്രോപ്പറായിട്ട് തിരിച്ചു കയറാൻ നമ്മുടെ പട്ടിദാറിന് കഴിഞ്ഞില്ല. കരുൺ നായരുടെ ഒരു എക്സലന്റ് ഡയറക്ട് ഹിറ്റ് ആയിരുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും RCBയുടെ സ്കോർ 4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 26 റൺസ്. ഇങ്ങനെ തുടക്കത്തിൽ പെട്ടെന്നൊരു 3 വിക്കറ്റ് പോയപ്പോഴേക്കും കൃണാൽ പാണ്ഡ്യയെ പ്രൊമോട്ട് ചെയ്തു. പിന്നീട് പവർ പ്ലേയിൽ അധികം വിക്കറ്റ് നഷ്ടം ഉണ്ടാക്കിയില്ല. ഒരു 9 റൺസ് കൂടെ അവർ കൂട്ടിച്ചേർത്തു. പവർ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 35 റൺസാണ് ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞത്. 3 വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ നമ്മൾ DC പവർ പ്ലേ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 17 റൺസിന്റെ വ്യത്യാസമുണ്ട്. അപ്പം ഷുവർ ആയിട്ടും DC ആണ് ആ ഒരു പവർ പ്ലേ ഫേസ് വിൻ ചെയ്തത്. എന്നാൽ മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോൾ തുടക്കം നമ്മുടെ കൃണാൽ പാണ്ഡ്യയും വിരാട് കോഹ്ലിയും സ്ട്രഗിൾ ചെയ്തു. അതായത് ബൗണ്ടറി ഒന്നും കണ്ടെത്താനായില്ല. പതുക്കെ സിംഗിൾ ഇട്ട് സ്കോർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കോഹ്ലി ചെയ്തത്. കൃണാൽ പാണ്ഡ്യ കുറച്ചുകൂടി സ്ട്രഗിളിംഗ് ആയിരുന്നു. ഒരു സ്റ്റേജിൽ 20 പന്തിൽ 15 എന്നുള്ള രീതിയിലാണ് കൃണാൽ മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോയെങ്കിലും അവർ വിക്കറ്റ് കൊടുത്തില്ല. ഇങ്ങനെ ഒരു സർഫസിൽ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ വരുന്ന ബാറ്റർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ചാണ് അവർ കളിച്ചത്. അങ്ങനെ പോയിരുന്ന ഈ മത്സരത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വന്നത് മുകേഷ് കുമാർ എറിഞ്ഞ 13ാമത്തെ ഓവറിലാണ്. ആ ഓവറിൽ 2 സിക്സറുകൾ അടിക്കാൻ കൃണാൽ പാണ്ഡ്യയ്ക്കായി. പിന്നീട് ഇങ്ങോട്ട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നീട് ഇങ്ങോട്ട് കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറികൾ കണ്ടെത്താൻ കൃണാൽ പാണ്ഡ്യയ്ക്കായി. കോഹ്ലി കൂടുതലും ഒരു സപ്പോർട്ടിംഗ് റോളാണ് ചെയ്തത്, ഒരു ആങ്കർ റോളാണ് ചെയ്തത്. ഇപ്പോൾ സിംഗിൾ ഇട്ട് കൃണാൽ പാണ്ഡ്യയ്ക്ക് കൊടുക്കുക, ഇനി ഒരു ബാഡ് ബോൾ വന്നു കഴിഞ്ഞാൽ ബൗണ്ടറി കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്യമം മാത്രമേ കോഹ്ലിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കൃണാൽ പാണ്ഡ്യയാണ് ഒരു അറ്റാക്കിംഗ് റോൾ കളിച്ചത്. അതും വളരെ മികച്ച രീതിയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ കളിച്ചു. ഇപ്പോൾ 2016 ശേഷം കൃണാൽ പാണ്ഡ്യ IPL നേടുന്ന ആദ്യ 50 ആണ്. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ IPL കൃണാൽ പാണ്ഡ്യ 2 50കളെ അടിച്ചുള്ളൂ. അത് രണ്ടും ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ്. ഒന്ന് 2016 മുംബൈക്ക് വേണ്ടി കളിക്കുന്ന സമയത്താണ് അടിച്ചത്. അപ്പോൾ അതിനുശേഷം IPL കൃണാൽ ഒരു 50 അടിക്കുന്നത് ഈ മത്സരത്തിൽ വീണ്ടും ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ്. അപ്പോൾ ഈ മാച്ചിന്റെ റിസൾട്ട് ഡിഫൈൻ ചെയ്ത ഒരു പെർഫോമൻസ് ആയിരുന്നു കൃണാൽ പാണ്ഡ്യയുടേത്. അപ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ ഈ ഒരു പാർട്ണർഷിപ്പ് മുന്നോട്ട് പോയപ്പോൾ മിഡിൽ ഫേസിൽ RCB നേടിയത് 79 റൺസാണ്. അതായത് 8.78 എന്നൊരു റൺ റേറ്റിൽ സ്കോർ ചെയ്യാൻ അവർക്കായി. ഇതേ സമയത്ത് DCക്ക് എടുക്കാൻ കഴിയുന്നത് 56 റൺസ് മാത്രമാണ്. അപ്പോൾ ഒരു 23 റൺസിന്റെ ഒരു വ്യത്യാസം അവിടെ വന്നു. പവർ പ്ലേയിൽ സ്കോറിംഗിൽ പിന്നിലായെങ്കിലും മിഡിൽ ഓവേഴ്സിൽ അവർ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. പിന്നെ അറിയാലോ, ചേസ് ആണ്. കോഹ്ലി ക്രീസിലുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എവിടെയാണ് ആക്സിലറേറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് കോഹ്ലി കാൽക്കുലേറ്റ് ചെയ്യും. എങ്കിലും ഇന്നത്തെ ആ ഒരു സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൃണാൽ പാണ്ഡ്യയുടെ പെർഫോമൻസ് തന്നെയാണ്. കൃണാൽ പാണ്ഡ്യ ഈ ഇന്നിംഗ്സിൽ അൺബീറ്റൺ ആണ്. 47 പന്തുകളിൽ നിന്ന് 5 4ഉം 4 6ഉം അടക്കം 73 റൺസാണ് കൃണാൽ എടുത്തത്. ഇനി വിരാട് കോഹ്ലിയുടെ കാര്യം പറഞ്ഞാൽ 47 പന്തിൽ 51 റൺസ്, വീണ്ടും ഒരു 50 നേടി. അങ്ങനെ ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ തലയിലാണ്. ഇപ്പോൾ നമ്മൾ സ്കോർ കാർഡ് മാത്രം നോക്കുമ്പോൾ കോഹ്ലിയുടെ ഒരു സ്ലോ ഇന്നിംഗ്സ് ആയിട്ട് തോന്നും. പക്ഷേ ആ ഒരു മാച്ച് കണ്ടവർക്ക് ആ ഒരു ഇന്നിംഗ്സിന് ഇമ്പാക്ട് അറിയാം. അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച് കോഹ്ലിയുടെ വിക്കറ്റ് നേരത്തെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി മത്സരം ടൈറ്റ് ആയനെ. ഇവിടെ പ്രോപ്പർ ആയിട്ട് റിസ്ക് എടുക്കാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് വിരാട് കോഹ്ലി കളിച്ചു. പിന്നെ കോഹ്ലി ഒരു സൈഡിൽ ഉണ്ട് എന്നത് അപ്പുറത്തെ എൻഡിൽ നിൽക്കുന്ന ബാറ്റർക്ക് ഒരു ആത്മവിശ്വാസമാണ്. അതായത് ചേസ് ആണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കോഹ്ലി അത് കൈകാര്യം ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും കൃണാൽ പാണ്ഡ്യയ്ക്കുമുണ്ട്. ഇപ്പോൾ ദേവദത്ത് പടിക്കലിന്റെ കാര്യം പറയുമ്പോഴും അത് തന്നെയാണ്. കോഹ്ലി ചേസിൽ ഒരു സൈഡിലുണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ അവരുടെ ഒരു ബ്രില്യൻ പാർട്ണർഷിപ്പ് ആയിരുന്നു. 119 റൺസാണ് ആ ഒരു പാർട്ണർഷിപ്പിൽ വന്നത്. പിന്നീട് ചമീരയുടെ പന്തിൽ ഒരു സിക്സറിന് ശ്രമിച്ച് വിരാട് കോഹ്ലി പുറത്തായെങ്കിലും ടിം ഡേവിഡ് വന്നിട്ട് പെട്ടെന്ന് തന്നെ കളി തീർത്തു. 18.3 ഓവറിൽ അങ്ങനെ ആ ഒരു സ്കോർ ചേസ് ചെയ്യാൻ നമ്മുടെ RCBക്കായി. ഈ ഒരു വിജയത്തോടെ പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താനും RCBക്കായി. ഇവിടെ ഒരു സെക്കൻഡ് ഇന്നിംഗ്സിന്റെ കാര്യം പറയുമ്പോൾ ക്രൂഷ്യലായത് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു മിഡിൽ ഫേസിൽ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് എടുത്തതിനേക്കാൾ 23 റൺസ് സ്കോർ ചെയ്യാൻ RCBക്കായി. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയുടെ ഒരു ക്യാച്ച് കളഞ്ഞു. അത് പിന്നെ ഒരു ലേറ്റർ സ്റ്റേജസിലാണെന്ന് പറയാം. അഭിഷേക് ബർളയുടെ ഒരു ക്യാച്ച് കളഞ്ഞത് തുടക്കമല്ല, ഒരു ലേറ്റർ സ്റ്റേജസിലാണ്. അങ്ങനെ ഒരു ക്യാച്ച് അവിടെ എടുത്തിരുന്നെങ്കിലും ഒരുപക്ഷെ പിന്നീട് ടിം ഡേവിഡിനും റൊമാരിയോ ഷെപ്പേർഡിനും ജയിപ്പിക്കാൻ സാധിക്കുമായിരുന്നൊരു കളിയായിരുന്നു. പിന്നെ പറയാനുള്ളത് അക്ഷർ പട്ടേലിന്റെ മോശം തീരുമാനങ്ങളാണ്. അതായത് പവർ പ്ലേയിൽ തന്നെ അക്ഷർ പട്ടേൽ നല്ല രീതിയിൽ എറിഞ്ഞു മാറി. 3 ഓവറിൽ 10 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. പിന്നീട് അക്ഷർ പട്ടേൽ സ്വയം തന്നെ 4ാമത്തെ ഓവർ ചെയ്യാൻ ലേറ്റായി. അതുപോലെ തന്നെ 19ാം ഓവർ മുകേഷ് കുമാറിന് കൊടുത്തത്, പ്രത്യേകിച്ച് മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു ഓവർ ഉള്ളപ്പോൾ മുകേഷ് കുമാറിന് കൊടുത്തത് മറ്റൊരു ടാക്ടിക്കൽ എററാണ്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം മിച്ചൽ സ്റ്റാർക്ക് ആ ഒരു ഓവർ എറിഞ്ഞിരുന്നെങ്കിൽ DC ജയിക്കുമായിരുന്നു എന്നല്ല. ആ ഒരു ടാക്ടിക്കൽ എറർ ചൂണ്ടിക്കാട്ടുന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് RCB ജയിച്ചത്, അല്ലെങ്കിൽ ഇവർ എറിഞ്ഞിരുന്നെങ്കിൽ RCB ജയിക്കില്ലായിരുന്നു എന്നൊന്നുമില്ല. RCB നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചതും ജയിച്ചതും. ഈ ഒരു മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു റിവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പറയും. RCBയെ സംബന്ധിച്ചത് മികച്ചൊരു വിജയമാണ്. ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന, മൊറാലെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വിജയമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലേയിൽ തന്നെ വലിയൊരു തകർച്ച അവർ നേരിട്ടു. 35 റൺസിന് 3 വിക്കറ്റ് പോയി. പിന്നീടുള്ള ഫേസും സ്ട്രഗ്ലിംഗ് ആയിരുന്നു. മിഡിൽ ഫേസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. എന്നാൽ ഒരു വിക്കറ്റ് പോകാതെ പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ ആ ചേസ് നേടിയെടുക്കുകയാണ് അവർ ചെയ്തത്. അതുപോലെ തന്നെ ഈ സീസണിലെ എവേ മത്സരങ്ങളിൽ ഒരു 100%
വിൻ റെക്കോർഡ് നിലനിർത്താനും അവർക്കായി. അങ്ങനെ എന്തുകൊണ്ടും ആർ സി ബിക്ക് സ്വപ്നതുല്യമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. 10 മത്സരങ്ങളിൽ നിന്നാണ് 7 വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് ആർ സി ബി. ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ചു എന്ന് പറയാം. ഇനി 4 മത്സരങ്ങളുണ്ട്. അതിൽ തന്നെ കുറഞ്ഞത് 2 മത്സരങ്ങളെങ്കിലും ആർ സി ബി വിജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഒരു ടോപ്പ് 2 ഫിനിഷിന് വേണ്ടി എയിം ചെയ്യുക, അതായത് ജസ്റ്റ് പ്ലേ ഓഫിൽ കടക്കാനല്ല, ഒരു ടോപ്പ് 2 പൊസിഷന് വേണ്ടി തന്നെ എയിം ചെയ്യുക എന്നുള്ളതാണ് ആർ സി ബിയുടെ മുന്നിലുള്ള അടുത്തൊരു കടമ്പ എന്ന് പറയുന്നത്. ഇനി ഡി സിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ അല്ല പോയിന്റ് ടേബിളിലുള്ളത്. ഇവർ 9 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങളുണ്ട്, 3 മത്സരങ്ങൾ മാത്രമാണ് തോറ്റിട്ടുള്ളത്. ഇനി 5 മത്സരങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സിറ്റുവേഷൻ അല്ല, ശക്തമായിട്ട് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. കൃണാൽ പാണ്ഡ്യയാണ് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങാൻ കൃണാലിനായിട്ടുണ്ട്. വെൽ ഡിസേർവ്ഡ് ആണ്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.